ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ എ ഫോർ ആർദ്ര. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നത് 14th ജാനുവരിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. ഇതാണ് റെയിൻബോ തീമായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തത്. ആമിക്കുട്ടി തന്നെ കേട്ടോ സെലക്ട് ചെയ്തത്. അവൾ പറഞ്ഞു റെയിൻബോ മതി ഇത്തവണ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൻബോ തീം തന്നെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ വലുതായിട്ടൊന്നുമല്ല സെലിബ്രേറ്റ് ചെയ്തത്. അവളുടെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിച്ചു, നമ്മുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ളവരെ വിളിച്ചു. അങ്ങനെ കുറച്ച് പേരെ മാത്രമേ നമ്മൾ വിളിച്ചുള്ളൂ. അവളുടെ ഒരു സന്തോഷത്തിന് ഓരോരുത്തരുടെ ബർത്ത്ഡേ ആകുമ്പോഴും അവൾ എൻ്റെ അടുത്ത് പറയുക, എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ് വരുന്നത്, എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ് വരുന്നത് എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും വെയിറ്റ് ചെയ്ത്, നിൻ്റെ ബർത്ത്ഡേ ജാനുവരിയിലാണ്, സമാധാനിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കും ഫുൾ ടൈം. ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുമ്പോഴും അവളിങ്ങനെ ചോദിക്കും, എൻ്റെ ബർത്ത്ഡേ എന്താവാത്തേ. അപ്പോൾ ആളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ആളുടെ ഫ്രണ്ട്സ് വന്നു, കേക്ക് കട്ട് ചെയ്യണം. ആൾ കേക്ക് കഴിക്കില്ലെങ്കിലും എന്താ പറയുക, കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ ഒത്തിരി ഹാപ്പിയാണ്. ആൾക്ക് ഇഷ്ടപ്പെട്ട തീം, റെയിൻബോ തീം എല്ലാം കൊണ്ടും ആൾ ഭയങ്കര ഹാപ്പിയാണ്. കൂടുതലും ഫ്രണ്ട്സിനെ കണ്ടാൽ പിന്നെ ആമിക്കുട്ടിക്ക് ഒന്നും പറയണ്ട, വേറെ ആരെയും വേണ്ട, അവരുടെ കൂടെ തന്നെയാണ് കളി. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടികളാണ് ഇവരൊക്കെ. അപ്പം അവരെയൊക്കെ കൂടെ നിർത്തി നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. ഇത്രയും കുട്ടികളായിട്ട് ഇത്രയും പേരെ വന്നുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക, കേക്ക് കട്ട് ചെയ്യാൻ ആരംഭിച്ചു. ബാക്കി നമ്മൾ കണ്ടു നോക്കൂ. ഞാനെന്ന ലോകത്തിട്ടാണ് അത് ഊരം കഴിഞ്ഞോ? അമ്മ എല്ലാരും കേക്ക് കഴിച്ച് വയററിയാം. ഞാൻ എടുത്തരാം. ഉടുപ്പിലായ പിന്നെ പോയില്ല. ഞാൻ
കറക്റ്റ് ടൈം ലൈറ്റ് ആണെങ്കിലും കറക്റ്റ് സ്കൂളിലായിരിക്കുമല്ലേ ഞാൻ വേണ്ടി ഉച്ചയ്ക്ക് നൈസായിട്ട് അവിടെ വൈകുന്നേരം. അപ്പോൾ ഗൈസ് നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വന്നവർക്ക് സ്നാക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ഒക്കെ കഴിച്ചു. കുട്ടികൾ കളി തുടങ്ങി. അവരെ അങ്ങനെ ഒരുമിച്ച് കിട്ടാറില്ല കളിക്കാൻ. അപ്പോൾ കിട്ടിയ സമയം അവർ തകർത്ത് തിമിർത്ത് കളിയായിരുന്നു. ആകെ മൊത്തം ബഹളമായിരുന്നു വീട്ടിൽ കുറച്ച് നേരം. പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പിരിഞ്ഞത് എല്ലാവരും. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആമിക്കുട്ടി പറഞ്ഞിരുന്നു ബർത്ത്ഡേയുടെ അന്ന് നൈറ്റ് എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണം, എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്ന് മമ്മി പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെ നമ്മളങ്ങനെ പുറത്ത് പോയി. വീടിൻ്റെ അടുത്ത് നിന്നൊരു 2 കിലോമീറ്റർ അത്രയും ദൂരമുള്ളൂ നമ്മുടെ ഇപ്പോൾ പോയ റെസ്റ്റോറൻറ്റിൽ. ക്ലാസ്സിയോ എന്നാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ക്ലാസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ആംബിയൻസ് ആയാലും അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്ത് സൂപ്പായിരുന്നു, ഹോട്ട് ആൻഡ് സോസ് ചിക്കൻ സൂപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയാലും സ്റ്റാർട്ടേഴ്സായിട്ട് ആദ്യം ഓർഡർ ചെയ്യണത് സൂപ്പാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ അങ്കാര എന്നൊരു ഡിഷ്, ഈ ഡിഷ് ഇതിൻ്റെ പേരാണ് ചിക്കൻ അങ്കാര. ടേസ്റ്റായിരുന്നു, കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വേറെ സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ സാത്തേ എന്ന് പറഞ്ഞൊരു ഡിഷ്. അതും നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതാണ് ഈ സ്റ്റിക്കിലിരിക്കുന്ന ഐറ്റം, അതിൻ്റെ പേരാണ് ചിക്കൻ സാത്തേ. പീനട്ടിൻ്റെ സോസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പീനട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊത്തം. പക്ഷേ ആമിക്കത് ഇഷ്ടപ്പെട്ടില്ല. ആമി പറഞ്ഞിട്ടാണ്, ആമിക്ക് സ്റ്റിക്കിലുള്ള ചിക്കൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ സാത്തേ ഓർഡർ ചെയ്തത് തന്നെ. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾക്ക് ചിക്കൻ അങ്കാര മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ സൂപ്പും ഇത്തിരി കുടിച്ചു ആൾ, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നൂഡിൽസൊക്കെ കഴിക്കാൻ പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോയത് സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞിട്ട്. അവിടെ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വയറ് ഫുള്ളായി, പിന്നെ ആർക്കൊന്നും വേണ്ട. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, അവിടുത്തെ ആംബിയൻസൊക്കെ കണ്ടു. കുറേ നേരം അവിടെ കളിയായിരുന്നു, ആമിക്കുട്ടി ഭയങ്കര കളിയായിരുന്നു അവിടെ. നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ട്, നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ വീഡിയോ എടുക്കണം കണ്ടിട്ട് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് നമ്മളോട് പറഞ്ഞു നല്ല ലൈറ്റുള്ള സ്പോട്ടുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ആളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നാളുടെ ദിവസമാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതായിരുന്നു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ സൈഡ്. അതായത് നല്ല ലൈറ്റായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പിന്നെ വീട്ടിലെത്തി. വെൽക്കം ടു യൂട്യൂബ് ചാനൽ A for ആർദ്ര. ഇന്ന് അമ്മിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻട്രോ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. പിന്നെ എന്താണ്, അത്രയേ ഉള്ളൂ, ഒരുപാട് ലേറ്റായി. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക. അമ്മിക്കുട്ടിയുടെ 5th ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ കണ്ടു നോക്കുക. കമന്റ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക,